സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് NSGയുടെ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു. അതെ, ഭാഗ്യവശാൽ സാറിന് NSGക്ക് അപ്പുറത്ത് SPGയിലും കൂടി സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ NSGയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ SPGയുടെ ജീവിതം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. രണ്ട് ലക്ഷ്യങ്ങളാണ്, രണ്ട് പാറ്റേണാണ്, രണ്ട് ഓർഗനൈസേഷനാണ്. അപ്പം തികച്ചും വ്യത്യസ്തമാണ്. NSGയൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമാണ് SPGയുടെ ലൈഫും ട്രെയിനിങ്ങും മറ്റുള്ള ഡ്യൂട്ടിയും എല്ലാം. അപ്പോൾ NSGയുടെ ട്രെയിനിങ്ങിനെ പറ്റി സാർ പറഞ്ഞായിരുന്നു. വളരെ കഠിനമായിരുന്നു, പ്രയാസമേറിയതായിരുന്നു, പലപ്പോഴും മതിയാക്കാൻ വരെ തോന്നിയതാണ്. SPGയുടേത് അത്തരത്തിൽ തോന്നിയായിരുന്നു? കാരണം NSG CRPFൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു, പിന്നെ NSG വന്നു, അത് കഴിഞ്ഞിട്ടാണല്ലോ SPG വരുന്നത്. അതെ, SPGയുടെ ട്രെയിനിങ്ങും NSGയുടെ ട്രെയിനിങ്ങിനെ പോലെ ഏറെക്കുറെ ശക്തമാണ്, കഠിനമാണ്. പക്ഷേ SPGയുടെ ഒരു ലുക്രാറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PM സെക്യൂരിറ്റിയാണ്. ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഇത് വൺസ് ഇൻ ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ചാൻസാണ്. അപ്പം ആരും അങ്ങനെ കളയാനായിട്ട് എത്ര കഷ്ടപ്പാടാണേലും സഹിച്ച് ക്ഷമിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്ത് മുൻനിരയിൽ വരാൻ ആഗ്രഹിക്കുന്ന ട്രെയിനീസാണ് ഒട്ടുമുക്ക ആൾക്കാരും. അപ്പം തിരിച്ചു വരിക എന്നുള്ളൊരു കോളം SPGയുടെ സ്ഥാനത്തില്ല. അപ്പം തിരിച്ചു പോകുന്നവരുണ്ട് കേട്ടോ, തിരിച്ചു പോകുന്നവരുണ്ട്. അവർ മേജർലി ഈ ചെറിയ നല്ല സ്റ്റേറ്റ് പോലീസിൽ നിന്ന് വരുന്നവർ, അല്ലെങ്കിൽ ഒരു സേഫായിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോകും. കുറച്ച് ഭയങ്കര കട്ടിയാണല്ലോ ട്രെയിനിങ്, അപ്പോൾ പോകുന്നവരുണ്ട്. ഈ NSGയുടെ ട്രെയിനിങ്ങിൽ നിന്ന് എങ്ങനെയായിരുന്നു വ്യത്യാസപ്പെട്ടിരുന്നത്? ഈ PT നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ ട്രെയിനിങ് മസ്റ്റാണ്. ഇതിൻ്റെ കുറച്ചുകൂടി റിഗ്രസീവ് SPGയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിഫ്ലെക്സസ് ഉണ്ട്. റിഫ്ലെക്സസ് ആക്ഷനാണ് SPGയിൽ അത്യാവശ്യം വേണ്ടത്. നമ്മുടെ ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എങ്ങനെ റിയാക്ട് ചെയ്യാം, പിന്നെ ഒരു ത്രെട്ട് വരുമ്പം നമ്മളെങ്ങനെ സഡൻ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എങ്ങനെ റിയാക്ട് ചെയ്യാം, അതിനെക്കുറിച്ചാണ്. NSG അങ്ങനെയല്ല. അതിനൊരു സമയമുണ്ട്, അതിനൊരു പാറ്റേൺ ഉണ്ട്, അതിനൊരു നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ച് ഓപ്പറേഷൻ നടത്തിയാൽ മതി. പക്ഷേ SPGയുടെ അതല്ല. SPGയുടെ എല്ലാം സഡനാണ്. അപ്പോൾ ഏതൊരു സഡൻ പെട്ടെന്നുള്ള ഒരു പരിസ്ഥിതിയും നേരിടാനും അതിനെ പ്രതിരോധിക്കാനും അതിനെ ചെറുക്കാനും പറ്റിയ ഒരു മാനസികാവസ്ഥയിലോട്ട് ഈ ട്രെയിനീസിനെ വളർത്തുക എന്നുള്ളതാണ് SPGയുടെ ലക്ഷ്യം. അതെന്ന് പറയുമ്പോഴത്തേക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ? തീർച്ചയായും വ്യത്യസ്തമാണ്. ഈ ഇപ്പോൾ പലപ്പോഴും ഞാൻ ഈ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഈ ഒരു സ്യൂട്ട് കേസും കൊണ്ട് ഇവരെപ്പോഴും നടക്കുന്നതാണ് SPGക്കാർ. ശരിക്കും അത് വെപ്പണാണോ എന്താണെന്ന് പറയാൻ കഴിയുമെങ്കിൽ പറഞ്ഞാൽ മതിയാവും. അത് വെപ്പണാണെന്ന് മാത്രമേ ഇപ്പോൾ അറിയാം. അത് വെപ്പണാണത്. അത് ചുമ്മാ ആരും സൂട്ട് കേസുമായിട്ട് നടക്കത്തില്ല. ഒരു മൾട്ടി റോൾ ഒരു ബ്രീഫ് കേസാണത്. മൾട്ടി റോൾ അതിനകത്ത് വെപ്പണുണ്ട്. പലപ്പോഴും ഞാൻ അതിന് ശേഷം ഈ വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് ട്രംപിന് നേരെ വെടിവെയ്പ്പ് ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ പുട്ടിന് നേരെ ഈ പറയുന്ന ആൾക്കാർ പ്രൊട്ടസ്റ്റേഴ്സോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ചിലപ്പോൾ ആരാധകർ വരെ ആവാം, ഓടിയെടുക്കുമ്പോൾ ഇവർ ആ സ്യൂട്ട് കേസൊക്കെ തുറന്നൊരു മാല പോലെ അതൊരു പ്രൊട്ടക്റ്റീവ് കവറാണ്. പല ആക്ഷനിൽ അത് യൂസ് ചെയ്യാം. ഷീൽഡായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യാം. പല സാധനങ്ങളായിട്ട് യൂസ് ചെയ്യാനുള്ള മൾട്ടി റോൾ ഒരു സാധനമാണ് ആ സൂട്ട് കേസ്, ബ്രീഫ് കേസാണ്. അതുപോലെ തന്നെ ഈ പെട്ടെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സാറിൻ്റെ അടുത്ത്, അതായത് മോദിജി കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ നിന്ന് പുഷ്പവൃഷ്ടിയൊക്കെ നടത്തുകയാണ്, പൂക്കളൊക്കെ എറിയുന്നു, മോദിജി വി ലവ് യു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾ ഈ പൂക്കൾ എറിയുന്നതിൻ്റെ കൂട്ടത്തിൽ ആവേശമാണല്ലോ മോദിജിയെ കാണുമ്പോൾ, ഒരു എറിഞ്ഞ കൂട്ടത്തിൽ ഒരു ഫോണൂടെ. അപ്പോൾ ഫ്രണ്ടിലുണ്ടായിരുന്ന SPG കമാൻഡോ, അതിനെ കമാൻഡോ എന്ന് വിളിക്കുകയല്ലേ, കമാൻഡോ SPGയുടെ ആ ഓഫീസർ സെക്കൻഡുകൾക്കുള്ളിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ തട്ടി അങ്ങ് മാറ്റുകയാണ്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ്. ഇത് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അത് ഫ്രണ്ടിൽ പോകുന്ന രണ്ട് സൈഡിലും പോകുന്ന SPG ഓഫീസേഴ്സിൻ്റെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം എന്തെങ്കിലും ഒബ്ജക്റ്റ് പ്രൊട്ടക്റ്റ്, അതായത് PMൻ്റെ എതിരെ വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ള ഒരു ഇതാണ്. അതിപ്പം ഭാഗ്യവശാൽ അതൊരു മൊബൈലായിരുന്നു. അത് ആക്സിഡൻ്റലി വന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൂക്കളും ഉണ്ടായിരുന്നു. എറിഞ്ഞ കൂട്ടത്തിൽ ആ മൊബൈലോടി വന്നതേ ഉള്ളൂ. ആ SPG ഓഫീസർ അത് തട്ടി മാറ്റിയത്, അത് PMൻ്റെ അടുത്ത് പോലും വരാതെ തട്ടി മാറ്റി, അതിൻ്റെ റിഫ്ലക്സസ് ആണ്. ഇത് ലാസ്റ്റ് എപ്പിസോഡിലും നമ്മളത് ചർച്ച ചെയ്തതാണ്. അതെ. അപ്പോൾ ഈ ട്രെയിനിങ്ങിനെ പറ്റി ഒന്ന് പറയാമോ സാർ? SPGയുടെ ട്രെയിനിങ്, അതായത് എങ്ങനെയാണ് ഒരു റൊട്ടീൻ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട്? ട്രെയിനിങ് ഏർലി മോർണിംഗ് ട്രെയിനിങ്. ഞങ്ങൾ ചെയ്ത ഒരു
സ്ഥലം ഡൽഹിയിലാണല്ലോ എൻ്റെ ട്രെയിനിങ്. ഒരു സ്ഥലത്തു നിന്ന് ഒരു 8-10 കിലോമീറ്റർ ഓടി ട്രെയിനിങ് സെൻറ്ററിൽ വരും. അവിടെ പിന്നെ ഓബ്സ്റ്റക്കിള്, എക്സസൈസുകൾ. എക്സസൈസ് എന്ന് പറഞ്ഞാൽ പറയാനേ പറ്റത്തുള്ളൂ, ഭയങ്കര ടഫസ്റ്റ് മെത്തേഡാണ് ഈ ഇതിനകത്ത് വരുന്നത്. അത് ടഫസ്റ്റ് മെത്തേഡ് അത് ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഈ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, സ്റ്റാമിന നല്ല ഇതിൽ നിർത്തുക, ഏത് സാഹചര്യത്തെയും പ്രതികൂല സാഹചര്യത്തോടും ഇണങ്ങാനും പെട്ടെന്ന് അതിനോട് ഇഴുകിച്ചേരാനുള്ളൊരു സന്നദ്ധനാക്കുന്ന ഒരു പ്രക്രിയയാണത്. നമുക്കത് ചെറുപ്പത്തിൽ അത് തോന്നും അതൊരു പനിഷ്മെൻ്റാണ്. നല്ല പനിഷ്മെൻ്റ് അല്ല. നമ്മളത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ചില അനുഭവങ്ങൾ ഇതുപോലെ ആ മൊബൈൽ തട്ടിത്തെറിപ്പിച്ച് അതുപോലെ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ട്രെയിനിങ് കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. അത് ട്രെയിനിങ് എപ്പോഴും അതിനൊരു ആവശ്യമാണ്. അത് വേറെ ആരുമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ കാവലാളാണ് പ്രധാനമന്ത്രി. അപ്പോൾ പ്രധാനമന്ത്രിയെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ത്രെട്ടുള്ളതും ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു VVIP ആണ്. അപ്പം അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് ഒരു നോർമൽ ഒരു ആളല്ല ചെയ്യേണ്ടത്. അതൊരു എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള, എക്സ്ട്രാ ഓർഡിനറി സ്റ്റാമിന ഉള്ള, എക്സ്ട്രാ ഓർഡിനറി റിഫ്ലക്സസ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ആ ട്രെയിനിങ്ങിൻ്റെ ഒരു അനിവാര്യതയാണ്. ഈ PM-നോടൊപ്പമുള്ള മറക്കാനാവാത്ത എന്തെങ്കിലും ഇത്തരം സുരക്ഷ, ഈ പറഞ്ഞ മൊബൈൽ പോലെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? സുരക്ഷാ സംബന്ധമായിട്ടുള്ള എങ്ങനെയുള്ളതൊന്നും ഞാൻ ഇതുവരെ എൻ്റെ ടൈമിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മൾ PM-നെ പോലെ, PM-ന് മാത്രമാണോ SPG ഉള്ളത്? PM-ന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്. നേരത്തെ അത് ഇൻഡെഫിനിറ്റ് ആയിരുന്നു, അത് ലൈഫ് ലോങ് ആയിരുന്നു. അത് വാജ്പേയിജി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഇതൊരു ഈ സെക്യൂരിറ്റി ഏജൻസികൾ അത് ത്രെറ്റ് പെർസെപ്ഷൻ ഇവാലുവേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിച്ചു ഈ ഒരു PM ഓഫീസിൽ നിന്ന് ഇറങ്ങി XPM ആയി അതൊരു വർഷം വരെ കൊടുത്തിട്ട് പിന്നെ ഇവാലുവേറ്റ് ചെയ്യും. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ SPG കൊടുക്കുകയുള്ളൂ. കാരണം SPG കോസ്റ്റ്ലി സെക്യൂരിറ്റിയാണ്, ഭയങ്കര കോസ്റ്റ് ഇൻവോൾവ് ആകുന്നതാണ്. അൺനെസസറി കോസ്റ്റ് അത് സ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളൊരു ഇതിൽ അങ്ങനെ നിയമം അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ. ഫാമിലി മെമ്പേഴ്സിന് 6 മാസമാണ്, 1 വർഷമാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫാമിലി മെമ്പേഴ്സിന് ഇല്ല. ഇപ്പം വാജ്പേയി സാബ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് കുറച്ച് നാൾ കിട്ടി, അത് കഴിഞ്ഞ് ഇപ്പോൾ ആർക്കും ഇല്ല. ഇപ്പോൾ ഉള്ളത് PM നരേന്ദ്രമോദിക്ക് മാത്രമേ സെക്യൂരിറ്റി കവറേജ് ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. സാധാരണ ഗതിയിൽ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി വന്നപ്പോൾ ഞാൻ നേരിട്ട് കണ്ട അനുഭവങ്ങളിൽ നിന്നാണ് ചോദിക്കുന്നത്. അവിടെ തലേ ദിവസം തന്നെ SPG-ക്കാർ വരുന്നു. തലേ ദിവസം അതിന് മുമ്പോ? തലേദിവസമല്ല, അതിന് മുമ്പേ വരും. വന്നിട്ട് അവർ മൊത്തം പരിശോധിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് PM വന്ന സമയത്തെങ്ങാണ്ടാണ് എൻ്റെ തലേ ദിവസം എങ്ങാണ്ടാണ് ഒരു പോലീസുകാരനെ അബദ്ധത്തിൽ ഒരു തോക്ക് പൊട്ടി, തോക്ക് ഫയറായി, വെടിയുണ്ട. അപ്പോൾ അതിനെ പറ്റിയിട്ട് വലിയ വാർത്ത വന്നു, പിന്നീട് അന്വേഷണമൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് നേരത്തെ ഇവരെത്തും, അത് PM പോയി കഴിഞ്ഞിട്ടാണ് ഇവർ പോവുക അല്ലേ? അതെ, അതൊരു അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, ASL എന്ന് പറയും. അതൊരു സീനിയർ SPG ഓഫീസർ ആയിരിക്കും വരുന്നത്. ആ ഓഫീസർ ഏത് സ്ഥലത്താണോ, ഇപ്പോൾ കേരളത്തിലാണ്, ട്രിവാൻഡത്താണ് ഫംഗ്ഷനെങ്കിൽ അതിൻ്റെ എല്ലാ ഏജൻസികളും IB, ലോക്കൽ പോലീസ്, കളക്ടർ, സംഘാടകർ, പിന്നെ മന്ത്രിസഭയിലുള്ള ആരാണ് അവരെല്ലാം എല്ലാം കൂടി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഏജൻസികളെയും കൂടി പരസ്പരം ബന്ധിപ്പിച്ച് അവർ നടത്തുന്നൊരു സെക്യൂരിറ്റി ഇതാണ്. ആരായിരിക്കണം ലൈനപ്പിൽ, ആരായിരിക്കണം പോഡിയത്തിൽ, അല്ലെങ്കിൽ PM-ൻ്റെ കൂടെ ഇരിക്കേണ്ട റിസപ്ഷനിൽ എത്ര പേര് വേണം, ഇതൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് റെക്കോർഡാക്കി സ്റ്റേറ്റ്മെൻ്റ് ആക്കി എല്ലാവർക്കും പബ്ലിഷ് ചെയ്യുന്ന കാര്യം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. അതെല്ലാം NSG ആണ് തീരുമാനിക്കുക. SPG ആണ് ഫൈനലി, SPG ആണ് തീരുമാനിക്കുന്നത്. ഈ പറയുന്ന പ്രോഗ്രാം എങ്ങനെ പോകണമെന്നുള്ളതല്ല എല്ലാം ഈ പ്രോഗ്രാം ഒരാഴ്ച മുമ്പ് വന്നിട്ട് അനലൈസ് ചെയ്ത് എല്ലാവരും റിപ്പോർട്ടാക്കിയിട്ട് അത് SPG ഹെഡ് ക്വാർട്ടറിൽ കൊടുക്കും. അത് ആരാണോ വിസിറ്റിംഗ് ടീം അവർക്ക് ഇത് ബ്രീഫ് ചെയ്ത് ആ സിറ്റുവേഷനെല്ലാം ബ്രീഫ് ചെയ്തിട്ട് മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം എല്ലാം ഷെയർ ചെയ്തിട്ടാണ് വരുന്നത്, അല്ലാതെ ചുമ്മാ വരില്ല. അപ്പോൾ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ ശരിക്കും തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് SPG തന്നെയായിരിക്കും. അൾട്ടിമേറ്റ്ലി സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ SPG ആണ് ലാസ്റ്റ് വാക്ക്. വെപ്പൺസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു NSGയിൽ നിന്ന് SPG-യിലേക്ക് വന്നപ്പോൾ? സിമിലർ വെപ്പണായിരുന്നു. പിസ്റ്റൾ എൻ്റയർലി ഡിഫറെൻറ്റ് പിസ്റ്റൾ. ഇന്ത്യയിൽ, വേൾഡിൽ അമേരിക്കയ്ക്ക് ശേഷം ഗ്ലോക്ക് പിസ്റ്റൾ യൂസ് ചെയ്യുന്നത് ഇസ്രായേൽ കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയായിരുന്നു. ഇപ്പം പിന്നെ എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി. അതൊരു റെസ്ട്രിക്റ്റഡ് വെപ്പണാണ്, ഗ്ലോക്ക് 17 സീരീസ്.
അത് 17, 18, 19 ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ആ വെപ്പൺ അതാണൊരു പുതിയ വെപ്പണായിട്ട് ഫീൽ ചെയ്തത്. ബാക്കി ഉള്ള എല്ലാം NSGയിലും SPGയിലും സിമിലർ വെപ്പൺസാണ്, സ്മോൾ ആംസ് പ്രത്യേകിച്ച്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ നമുക്ക് ഫൈനലായിട്ട് ചോദിക്കാം. അതായത് ഇപ്പോൾ മോദി വാഹനത്തിൻ്റെ ഡോറിൽ നിന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ കൈവീശി കാണിച്ചൊക്കെ പോകുന്നു, തൊട്ടടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കോൺവോയ് പോകുകയാണെങ്കിൽ ഓക്കെ ശരി, ചുറ്റും വാഹനങ്ങളുണ്ട്, ജാമറുണ്ട്, അതിൻ്റെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്, ആയുധങ്ങളുമായിട്ട് വാഹനത്തിനകത്തും പുറത്തുമൊക്കെ ആൾക്കാരിക്കും. പക്ഷേ ഒരാൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനെങ്ങാനും വന്നാൽ ഈ അത്ര അകലത്തിലാണ് SPGക്കാരൊക്കെ നിൽക്കുന്നത്. അവരില്ലെങ്കിൽ കുറച്ച് പേരേ ഉള്ളൂ, ഒരു 10-15 പേരൊക്കെയാണ് ഉള്ളത് പരമാവധി. അപ്പോൾ ഇങ്ങനെ ആൾക്കാരാണ്, പബ്ലിക് ആരാണെന്ന് പറയാൻ പറ്റും. ഞാനും തിരുവനന്തപുരത്ത് മോദി വന്നപ്പോഴത്തേക്കും റോഡ് സൈഡിൽ നിന്നതാണ്. ഇതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും? അത് ഈ ക്രൗഡിനകത്തൊക്കെ സിവിലിയൻ ഡ്രസ്സിൽ ക്രൗഡിൻ്റെ അൺഒബ്സ്ട്രക്റ്റഡ്നെസ് എന്ന് പറയും. അത് ക്രൗഡിനകത്തും SPGക്കാർ അല്ലെങ്കിൽ ലോക്കൽ പോലീസ് CIDകളൊക്കെ അതിനകത്തുണ്ട്. CIDകളൊക്കെ ഉണ്ടാവും, അവർ നിരീക്ഷിക്കും. ഒരാൾ അടുത്തേക്ക് വന്നാൽ, ഒരാൾ അടുത്തോട്ട് വരുവാണെങ്കിൽ SPG ആയിരിക്കും ആദ്യം അത് ചെയ്യുന്നത്. SPG ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും ആ വരുന്ന ആളുടെ ഉദ്ദേശം പോലെ ഇരിക്കും ഡീൽ ചെയ്യുന്നത്. എങ്ങനെയാണ് പല രീതി. ചിലപ്പം നേരത്തെ മൊബൈൽ വന്നപ്പോൾ തട്ടി മാറ്റിയില്ലേ, അതുപോലെ ആകാം. ചിലപ്പോൾ കാല് പിടിക്കാൻ വരുന്നവരായിരിക്കും, കാല് പിടിക്കുമ്പോൾ വരുമ്പോൾ അലോ ചെയ്യത്തില്ല, പൊക്കി എഴുന്നേറ്റ് പിടിപ്പിക്കും. അത് ഉദ്ദേശം, അത് SPG ഓഫീസറിന് അറിയാം ഏത് ഉദ്ദേശമാണ്. അപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ അതിനെ ഡീൽ ചെയ്യും. ലോകത്തിലെ ഏറ്റവും സ്പെഷ്യൽ എലൈറ്റ് ഫോഴ്സുകളിൽ ഒന്നാണ് SPG. തീർച്ചയായിട്ടും. ഈ പറയുന്ന ഇപ്പോൾ പുട്ടിൻ്റെ സെക്യൂരിറ്റിയെ പറ്റിയൊക്കെ പറയും, വളരെ ടൈറ്റാണ് സെക്യൂരിറ്റി എന്ന് പറയും. നമ്മുടെ ഈ അമേരിക്കയുടെയും ഒക്കെ തുല്യമാണോ നമ്മുടേതും? നമ്മുടേതും തുല്യമാണ്. നമുക്ക് ഒരേ ഒരു ലാക്യൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് ഫോറിൻ ഇതായിരിക്കും. അല്ലാതെ നമ്മുടെ എഫിഷ്യൻസി, നമ്മുടെ ട്രെയിനിങ് എല്ലാം അറ്റ് പാറാണ്. എല്ലാം ഒരു വേൾഡ് സ്റ്റാൻഡേർഡാണ്, ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് പോകുന്നത്. ഇല്ലെങ്കിൽ SPG ഒന്നും ഒരിക്കലും ഇതുപോലൊരു വേൾഡ് ഓർഗനൈസേഷനായിട്ട് വളരെയല്ലോ. ഇതുവരെ നമ്മൾ കഴിഞ്ഞ കുറേ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, വേൾഡിലെ ലീഡേഴ്സിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണ്, അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നതും അസാസിനേഷൻ നടന്നതുമൊക്കെ ആയിട്ടുള്ള ഇന്ത്യയിൽ മാത്രമേ നടക്കാത്തുള്ളൂ. ഇന്ദിരാഗാന്ധി മരിച്ചത്, ഇന്ദിരാഗാന്ധി SPG കവർ ഇല്ലായിരുന്നു, അന്നില്ലായിരുന്നു. രാജീവ് ഗാന്ധി മരിച്ചപ്പോഴും SPG ഇല്ലായിരുന്നു. അപ്പം ശ്രീ രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷമാണ് XPMനും കൂടി SPG കവർ കൊടുക്കണമെന്നുള്ള റൂൾ അമെൻഡ് ചെയ്തത്. അല്ലാതെ ഇന്ത്യൻ PM സർവീസ്, സെക്യൂരിറ്റി സർവീസസ് ചെയ്തതൊന്നും ഇതുവരെ ഫെയിലായിട്ടില്ല. അത് ചിലപ്പം ഒരു ദൈവാനുഗ്രഹമായിരിക്കാം. ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ കമാൻഡോകൾക്ക് അതിനുള്ള കഴിവും തൻ്റെ ഇടവും പ്രാപ്തിയുണ്ട്. നമ്മളൊരു പൂൾ ഫോം സിസ്റ്റമാണ്, അത് മൾട്ടി ലെയറാണ്. അത് അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു ടോക്കിലൂടെ അത് പറയുന്ന അത്ര രീതിയല്ല, മൾട്ടി ലെയർഡാണ്, അത് സിംഗിൾ ലെയർ അല്ല. അതുകൊണ്ട് തന്നെ ഒരു പൂൾ ഫോം സിസ്റ്റം ആണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഈ ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചതുപോലെ ഒരു SPGക്കാരൻ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാകാൻ റിമോട്ടസ്റ്റ് ചാൻസാണ്. ഇപ്പം ഞാനൊരു SPGക്കാരൻ ആയതുകൊണ്ട് പറയല്ല, അതിൻ്റെ ഇപ്പോഴത്തെ അല്ല എപ്പോഴത്തെയും അതിൻ്റെ ഒരു കെട്ടുറപ്പും അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റിയൊക്കെ ഏതൊരു സിറ്റുവേഷനെയും തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഫുൾ പ്രൂഫാണ് ഇതുവരെ. ഒരു SPGക്കാരൻ്റെ മാനസിക നിലയിൽ അവൻ്റെ പേഴ്സണൽ ഇഷ്യൂ എന്തെങ്കിലും കൊണ്ട് ഒരു മാറ്റം വന്നാലോ? അല്ല, അതിന് പീരിയോഡിക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ SPGയിൽ നടക്കാറുണ്ട്. പേഴ്സണൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും തീർച്ചയായിട്ടും അറിയാൻ കഴിയും. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ അതൊക്കെ ഒരു ഇൻറ്റേർണലാണ്, ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ടീമിനകത്ത് വരാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഒരാളും വരില്ല. ഇല്ല, അത്രയേറെ ഒരു സുരക്ഷിതമായിട്ടുള്ള കാരണം ഒരു ടീമാണ്. ടീം വർക്കിൽ ഇപ്പം ഞാനും പ്രിയനും പിന്നെ നമ്മൾ ഒന്നിച്ച് കഴിയുന്നു, ഒന്നിച്ച് സംസാരിക്കുന്നു, വരുന്നു പോകുന്നു. ഒരാഴ്ച കഴിയുമ്പം പ്രിയൻ്റെ ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങളെല്ലാം എനിക്കറിയാം. നിങ്ങളുടെ ചിരിയും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ നോട്ടം പോലും എനിക്ക് ചോദിക്കും, പ്രിയൻ എന്ത് പറ്റി, ഇന്ന് നീ മൂഡ് ഔട്ടാണല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കും. അത് ചോദിക്കണം. അത് ഇവിടെ അത് NSGയിലും ഉണ്ട് കേട്ടോ, ബഡി സിസ്റ്റം ഉണ്ട്. ഇവിടെ ബഡി സിസ്റ്റം ഇല്ല, പക്ഷേ ഒരു ടീമിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാം ആ ടീംമേറ്റ്സിൻ്റെ മാനസിക നില എന്താണെന്ന്. അതനുസരിച്ച് അവർ ഡിപ്ലോയ് ചെയ്യുന്നത്. എങ്കിലും ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവിതമാണ്. തീർച്ചയായിട്ടും വളരെ അത്ഭുതകരമാണ്. നല്ലൊരു ലുക്രാറ്റീവ് സർവീസാണത്. വളരെ നന്ദി സർ.